ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ചൈനയിലെ ലാസ്റ്റ് ദിവസമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ലബൂബുനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ലബൂബ് കൂടെ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ സമാധാനം. എന്തെങ്കിലും ആവട്ടെ, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതാ. ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫ്രൂട്ട് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി കണ്ടോ? ഇങ്ങനെ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റിൽ കണ്ടോ, നല്ലൊരു ക്യൂട്ട് ബാസ്ക്കറ്റല്ലേ. സോ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, കണ്ടോ, ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മൾ കഴിക്കും. കാണാവോ? ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറീസിൻ്റെ ടേസ്റ്റാണ്. റാസ്ബെറി അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി അതിൻ്റെയൊക്കെ ടേസ്റ്റാണ്. ചെറുതായിട്ട് പുളിയുണ്ട്, എന്നാൽ മധുരമുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊട്ട് ഇംഗ്ലീഷും അറിഞ്ഞൂടാ, എന്നാൽ നമുക്കൊട്ട് ചൈനീസും അറിഞ്ഞൂടാ. സോ നമ്മൾ ഇവരോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. What is the best food in China? 各有特色。 എൻ്റെ മനസ്സിൽ കൂടെ പോയത് എന്താണെന്നറിയോ? ഈ മൊബൈലൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് പോലും നമ്മുടെ മലയാളികൾ ചൈനയിൽ വന്ന് ബിസിനസ് ചെയ്യായിരുന്നു. എന്താ അല്ലേ അവരുടെയൊക്കെ കഴിവ്. അതൊക്കെ പോട്ടെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സെഞ്ചുറി എഗ്ഗ്. മാസങ്ങളോളം ക്ലേയിൽ കവർ ചെയ്ത് ഈ ഒരു എഗ്ഗിനെ വെക്കും. അങ്ങനെയാണ് അതിന് ഈ ഒരു കളർ വന്നത്. ഒന്നും പറയണ്ട ഗൈസ്, ഇത് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതം വരെ മടുത്തുപോയി ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വൊമിറ്റ് ചെയ്തില്ല എന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഗൈസ് ഈ ഒരു കാഴ്ച. ഇതെന്താണെന്നറിയോ? ഇതാണ് അവരുടെ പെറ്റ്. നമ്മുടെ പെറ്റ് ഹണി റോളക്സും ഒക്കെ അല്ലേ, പക്ഷെ അവരുടെ പെറ്റ് ഇതാണ്. ഇതിനെങ്ങനെയാ ഗൈസ് പെറ്റ് ചെയ്യുക? കണ്ടിട്ട് തന്നെ എന്തോ പോലെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. ഈ ഒരു വാഷ്റൂം ഒന്ന് നോക്കി. നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ട വാഷ്റൂമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വാഷ്റൂമിലെ ക്ലോസറ്റ് ഒരു ഹൈടെക് ക്ലോസറ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ അടുത്ത് പോയി നിന്ന ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അത് മാത്രമല്ല, ഈ ക്ലോസറ്റിന്റെ സൈഡിൽ കണ്ടോ, ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്ത ഗൈസ് പല പൊസിഷനിൽ വെള്ളം വരും. വെള്ളം മാത്രമല്ല ഗൈസ്, എല്ലാം കഴിഞ്ഞതാ ഈ ക്ലോസറ്റിൽ ഡ്രയർ വരെ ഉണ്ട്. ഒക്കെ പോട്ടെ, ക്ലോസറ്റ് സീറ്റിൻ്റെ ടെമ്പറേച്ചറും വരുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും എന്തിന് ഡ്രയറിൻ്റെ ടെമ്പറേച്ചർ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ അല്ലേ? ഇനിയിപ്പോൾ ഇതും കൂടെ കാണുമ്പോൾ ഈ ചേച്ചിക്ക് 24 മണിക്കൂറും ഈ വാഷ്റൂം കഥകൾ മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കരുത്. ഒരു വെറൈറ്റി കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഗൈസ് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. തിരിച്ചു പോകുമ്പോൾ ലബൂബ് കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 റിട്ടേൺ ടിക്കറ്റേ എടുത്തുള്ളൂ. ഇനി തിരിച്ച് ദുബായ് ചെന്നിട്ട് ലബൂബിന് എന്താണ് ശരിക്കും പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം.